ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ ശ്രീ എൻ വിജയേട്ടനും അദ്ദേഹത്തിൻ്റെ മകനും ആത്മഹത്യ ചെയ്തത് ഏറെ ദുഃഖകരവും വിഷമകരവുമായ സംഭവമായി പോയി. ഈ വിഷയത്തിൽ പോലീസിൻ്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെയോ അന്വേഷണം നടക്കുന്നതിന് മുമ്പ് ശ്രീ IC ബാലകൃഷ്ണനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനും അതുവഴി കോൺഗ്രസിനെ അപമാനിക്കാനും ഗൂഢമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ശ്രീ IC ബാലകൃഷ്ണനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനും അപമാനിക്കാനുമുള്ളതായ ശ്രമം അനുവദിക്കില്ല എന്ന് കോൺഗ്രസ് ഒറ്റക്കെട്ടായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാന്യനായ ശ്രീ വിജയേട്ടൻ്റെ മരണം, മകൻ്റെ മരണം, അതിൽ IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെടുത്തി വ്യാജമായ ആരോപണമുണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത സാഹചര്യം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ IC ബാലകൃഷ്ണൻ MLA തന്നെ ഇന്ന് SP-ക്ക് നേരിട്ട് പരാതി സമർപ്പിക്കുകയുണ്ടായി. പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിലപാടെടുക്കുന്നതും ഇന്ന് ശ്രീ IC ബാലകൃഷ്ണൻ MLA പരാതി സമർപ്പിച്ചിട്ടുള്ളതും. CPIM ഈ വിഷയം ഏറ്റെടുത്തത് വിജയേട്ടൻ്റെ മകൻ്റെയും മരണത്തിന് ശേഷമാണ്. ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുന്നു. നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലുള്ള ആളുകളാണ്. ഇത്തരം ഒരു ആരോപണമുണ്ടെങ്കിൽ ശ്രീ വിജയേട്ടൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഈ വിഷയം CPM ഉന്നയിച്ചിട്ടില്ല. അതിനു മുമ്പേയും CPM ഉന്നയിച്ചിട്ടില്ല. മരിച്ചതിന് ശേഷം ഉന്നയിക്കുന്നത് ബോധപൂർവമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്. ഇതിൻ്റെ രാഷ്ട്രീയ തലത്തിൽ ഇത് കുത്തിപ്പൊക്കുന്നതിൽ CPM നേതൃത്വത്തിലുള്ള ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. ആ രാഷ്ട്രീയ ഗൂഢാലോചന, അതിൻ്റെ കാരണം പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധി വന്നതോടുകൂടി CPM-ന്റെ മുഖം നഷ്ടപ്പെട്ട സമയത്താണ് ഇത്തരമൊരു വ്യാജ രാഷ്ട്രീയ ആരോപണ നിർമ്മിതിക്ക് CPM നേതൃത്വം കൊടുത്തത്. പെരിയ ഇരട്ടക്കൊലക്കേസ് വിധി CPM-ന് രാഷ്ട്രീയവും മനുഷ്യത്വപരമായിട്ടുള്ള ആഘാതമാണ് CPM-നെ ഏൽപ്പിച്ചത്. KV കുഞ്ഞിരാമൻ MLA, മുൻ MLA ഉൾപ്പെടെ, ഒന്നാം പ്രതി പീതാംബരൻ ഉൾപ്പെടെയുള്ള പ്രതികൾ മുഴുവൻ അതിൽ കുറ്റക്കാരായി CBI കോടതി വിധിക്കുകയാണ്. CBI വരാതിരിക്കാൻ എൻ്റെയും നിങ്ങളുടെയും ജനങ്ങളുടെയും നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് പോരാടിയ CPM ആ പോരാട്ടത്തിലും വിധിയിലുമൊക്കെ മുഖം നഷ്ടപ്പെട്ട സമയത്താണ് ഈ വിഷയം രാഷ്ട്രീയപരമായി ഉയർത്താൻ അവർ തീരുമാനമെടുത്തത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കാനുള്ള കാരണം. ആശുപത്രിയിൽ കിടന്ന സമയത്ത് പോലും
ഈ വിഷയം ഒരു ചെറിയ കാര്യം പോലും സംസാരിക്കാൻ CPM തയ്യാറാവാതെ അവസാനം മരണത്തിന് ശേഷം ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ ആഘാതത്തിൽ നിന്ന് മുഖം രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ള പരീക്ഷണത്തിന്റെ ഭാഗമാണ്. മറച്ചുവെക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് നേരിട്ട് ഇന്ന് SP-ക്ക് പരാതി നൽകാനും അദ്ദേഹം തയ്യാറായത്. അർബൻ ബാങ്ക് വിഷയത്തിൽ നേരത്തെ തന്നെ പാർട്ടി തലത്തിൽ അന്വേഷണം നടന്നതും അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതും ആ റിപ്പോർട്ടിനെ തുടർന്നുള്ള ചില ആക്ഷൻസിലേക്ക് പാർട്ടി തലത്തിൽ കടന്നതുമാണ്. ഒരു കാരണവശാലും IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടതായ സാമ്പത്തിക ഇടപാടോ മറ്റുള്ളതായിരിക്കുന്ന വിഷയങ്ങളോ ഒന്നും തന്നെ വിജയേട്ടനുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. അതുകൊണ്ട് ഈ മരണത്തിൽ, സങ്കടകരമായ മരണത്തിൽ, വിജയേട്ടൻ മാത്രമല്ല വിജയേട്ടൻ്റെ മകനും നമ്മെ വിട്ടുപോവുകയുണ്ടായി. വിജയേട്ടൻ മാത്രമായിരുന്നുവെങ്കിൽ നമുക്ക് അവിടെ ചില രാഷ്ട്രീയപരമായിട്ടുള്ള പിൻ പോയിന്റ് നടത്താമായിരുന്നു. അപ്പോൾ ഇതിൽ മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നു. ആ സാധ്യതയെക്കുറിച്ച് പൂർണ്ണ വിവരമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല. പോലീസ് എല്ലാം പരിശോധിക്കട്ടെ. പോലീസ് അന്വേഷണവുമായി പാർട്ടി സമ്പൂർണമായി സഹകരിക്കും. പോലീസ് രാഷ്ട്രീയപരമായിട്ടുള്ള പക്ഷപാതിത്വത്തിലേക്കും മറ്റും നീങ്ങിയാൽ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടിയും പാർട്ടി ആലോചിക്കും.